ടെക്നോളജിയിലെ വമ്പന്മാരായ ജപ്പാനെയും അവരുടെ അയൽ രാജ്യമായ സൗത്ത് കൊറിയയെയും അലട്ടുന്ന ഒരു സാമൂഹിക വെല്ലുവിളിയാണ് വൃദ്ധജനങ്ങളുടെ ഏകാന്ത മരണങ്ങൾ. ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധർ അവരുടെ വാസസ്ഥലത്ത് ഏകാന്തരായി മരിക്കുകയും പിന്നീട് ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞ് പുറം ലോകം അവരുടെ ഡെഡ് ബോഡി കണ്ടെത്തുകയും ചെയ്യുന്ന ഈ സാമൂഹിക പ്രതിഭാസത്തിനാണ് ലോൺലി ഡെത്ത് എന്ന് പറയുന്നത്. ജപ്പാനീസ് ഭാഷയിൽ ഇതിനെ കോഡോകുഷി എന്നും കൊറിയയിൽ ഇതിനെ ഗോഡോക്സ എന്നുമാണ് വിളിക്കുന്നത്. ജപ്പാന്റെ നാഷണൽ പോലീസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് എല്ലാ വർഷവും 68,000-ഓളം വൃദ്ധരാണ് ഏകാന്ത മരണത്തിന് ജപ്പാനിൽ കീഴടങ്ങുന്നത്. 2024 ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസത്തെ മാത്രം കണക്ക് നോക്കുമ്പോൾ 40,000 വൃദ്ധരാണ് ജപ്പാനിൽ ഏകാന്ത മരണത്തിന് കീഴടങ്ങിയത്. അതിൽ 4,000 പേരുടെയും മരണവാർത്ത പുറം ലോകം അറിയുന്നത് മരിച്ച് 1 മാസം കഴിഞ്ഞിട്ടാണ്. 130 പേരുടെ മൃതദേഹം കണ്ടെത്തിയതാവട്ടെ 1 വർഷം കഴിഞ്ഞിട്ടും. 85 വയസ്സിന് മുകളിലുള്ള 8,000-ഓളം പേർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ജപ്പാൻ ടൈംസ് എന്ന ജാപ്പനീസ് ന്യൂസ് വെബ്സൈറ്റിൽ 2 മാസം മുമ്പ് വന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത് 76,020 പേരാണ് 2024 ആകെ ഏകാന്ത മരണത്തിന് വിധേയരായത് എന്നാണ്. ഇതിൽ 85 അതിനു മുകളിലോ പ്രായമുള്ളവർ 14,658 പേരാണ്. 75-നും 79-നും ഇടയിൽ പ്രായമുള്ള വൃദ്ധർ 12,567 പേരും. 70-നും 74-നും ഇടയിൽ പ്രായമുള്ള 11,600 വൃദ്ധരാണ് ഏകാന്തരായി മരിച്ചത്. ജപ്പാനിൽ വൃദ്ധജനങ്ങളുടെ ജനസംഖ്യ കൂടുകയും ജനന നിരക്ക് കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ പ്രശ്നം നേരിടുവാൻ വിവിധ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നാണ് ജപ്പാനിലെ വിദഗ്ധരുടെ വിലയിരുത്തൽ. ജപ്പാനിൽ ഒരാൾ മാത്രം താമസിക്കുന്ന വീടുകളുടെ എണ്ണം 2050 ആകുമ്പോഴേക്കും 2 കോടി കടക്കുമെന്നാണ് കണക്കുകൾ പ്രവചിക്കുന്നത്.